ഒറ്റ ഫോൺ സംഭാഷണം കൊണ്ട് കോൺഗ്രസിനെ വെട്ടിലാക്കിയ പാലോട് രവിയെ ആയുധമാക്കാൻ CPIM തീരുമാനിച്ചപ്പോൾ അതിന് തിരിച്ച് മറുപടി കൊടുത്തിരിക്കുകയാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാവിന്റെ ഫോൺ സംഭാഷണം ലീക്കായതോടെ തലയിൽ കൈവച്ച കോൺഗ്രസിന് ആശ്വാസമായിട്ട് KPCC എത്തുകയാണ്. കോൺഗ്രസ് പച്ചപിടിക്കില്ല എന്ന് അടിവരയിടുന്നതായിരുന്നു രവിയുടെ ഫോൺ സംഭാഷണം. പാലോട് രവിയുടെ അപ്രതീക്ഷിത രാജിയിൽ കോൺഗ്രസ് ഒന്ന് ഞെട്ടിയെങ്കിലും വമ്പൻ ഇറങ്ങിയാൽ കൊല കൊമ്പനെ ഇറക്കുമെന്ന് അറിയിച്ചുകൊണ്ട് KPCC നേരം പുലരും മുൻപ് അടുത്ത ആളെ കളത്തിലേക്ക് ഇറക്കി. തിരുവനന്തപുരം DCC പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല KPCC വൈസ് പ്രസിഡന്റ് N ശക്തന് നൽകിക്കൊണ്ടാണ് മറുഗോള് അടിച്ചിരിക്കുന്നത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA ആണ് ഇക്കാര്യം അറിയിച്ചത്. കോൺഗ്രസിനെ വെട്ടിലാക്കിയ ഫോൺ സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെ പാലോട് രവി രാജിവെച്ചതോടെയാണ് N ശക്തന് താൽക്കാലിക ചുമതല നൽകിയത്. പാലോട് രവി ഇന്നലെ രാജിവെച്ചുവെങ്കിലും പകരം ചുമതല ആർക്കും നൽകിയിരുന്നില്ല. ഇന്ന് രാവിലെയാണ് N ശക്തന് ചുമതല നൽകിയതായിട്ട് KPCC അധ്യക്ഷൻ വാർത്താക്കുറിപ്പ് ഇറക്കിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ അടക്കമുള്ളതിനാലാണ് പെട്ടെന്ന് തന്നെ ശക്തന് താൽക്കാലിക ചുമതല നൽകിയത്. പുതിയ DCC അധ്യക്ഷനെ പുനഃസംഘടനയ്ക്കൊപ്പം തീരുമാനിക്കാനായിരുന്നു നിലവിലെ ആലോചന. 3 ആഴ്ചയ്ക്കകം പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിച്ചേക്കും എന്നാണ് സൂചന. അതുവരെ N ശക്തൻ തന്നെ താൽക്കാലികമായി ചുമതല തുടരും. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തു വരുന്നത് കൊണ്ടാണ് N ശക്തന് DCC പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല നൽകിയത്. തിരുവനന്തപുരത്ത് നടാർ വോട്ടുകളിലെ ചോർച്ച കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ശക്തനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കാൻ സാധ്യത കൂടുതലാണ്. കാട്ടാക്കട, പാറശാല മണ്ഡലത്തിൽ ഏതെങ്കിലും ഒന്നിൽ N ശക്തനെ വീണ്ടും ഇറക്കിയാൽ സമുദായ വോട്ടുകൾ ജില്ലയാകെ ഗുണം ചെയ്യും എന്നാണ് വിലയിരുത്തൽ. ഇതിനിടയിലാണ് ശക്തന്റെ പുതിയ സ്ഥാനലബ്ധതയും അതേസമയം DCC അധ്യക്ഷ സ്ഥാനത്തിനുള്ള രവിയുടെ രാജി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് എന്നാണ് വിവരം. ഫോൺ സംഭാഷണം പുറത്തു വന്നതിനെ കുറിച്ച് വിശദീകരണ കുറിപ്പുകൾ പാലോട് രവി നൽകിയെങ്കിലും രാജിക്കത്ത് നൽകാൻ KPCC അധ്യക്ഷൻ ആവശ്യപ്പെടുകയായിരുന്നു. AICC നിർദ്ദേശപ്രകാരമാണ് KPCC രാജി ആവശ്യപ്പെട്ടത്. മുൻ DCC പ്രസിഡന്റ് പാലോട് രവിക്ക് ശ്രദ്ധക്കുറവ് ഉണ്ടെന്നാണ് സണ്ണി ജോസഫ് പ്രതികരിച്ചത്. രാജിയിൽ ചർച്ചയുണ്ടോ എന്നും രാജി നൽകി സ്വീകരിച്ചുവെന്നും സണ്ണി ജോസഫ് പറഞ്ഞു വെച്ചു. സംഭാഷണത്തിൽ ദുരുദ്ദേശമില്ല എന്നും പ്രവർത്തകനെ ഉത്തേജിപ്പിക്കാൻ പറഞ്ഞതാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞിട്ടുണ്ട്. രാജി ചോദിച്ചു വാങ്ങിയതാണെന്ന ചോദ്യത്തിൽ നിന്നും സണ്ണി ജോസഫ് ഒഴിഞ്ഞു മാറി. വിവാദ ഫോൺ സംഭാഷണത്തിന് പിന്നാലെയാണ് പാലോട് രവി രാജിവെച്ചത്. DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നുമായിരുന്നു രാജി. പ്രാദേശിക കോൺഗ്രസ് നേതാവുമായുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെ പാലോട് രവി വലിയ പ്രതിസന്ധിയിലായിരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പോകുമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് ഇല്ലാതാകും എന്നാണ് പാലോട് രവി ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞു വെച്ചത്. നിയമസഭയിലും കോൺഗ്രസ് താഴെ വീഴുമെന്നും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിച്ചതുപോലെ കാശ് കൊടുത്ത് BJP വോട്ട് പിടിക്കുമെന്നും രവി സംഭാഷണത്തിൽ പറയുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടി 3ാം സ്ഥാനത്തേക്ക് വീഴും. മാർക്സിസ്റ്റ് പാർട്ടി ഭരണം തുടരും. ഇതോടെ ഈ പാർട്ടിയുടെ അധോഗതിയായിരിക്കും എന്നും പാലോട് രവി ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞിരുന്നു. പരാമർശം വിവാദമായതോടെ വിശദീകരണവുമായി രവി രംഗത്ത് വന്നിരുന്നു. ഒറ്റക്കെട്ടായി നിന്ന് ഭിന്നത പരിഹരിച്ചില്ലെങ്കിൽ പരാജയം ഉണ്ടാകും എന്ന താക്കീതാണ് താൻ നൽകിയതെന്നും കൃത്യമായി പ്രവർത്തിച്ചില്ലെങ്കിൽ അത് പാർട്ടിയെ ഇല്ലാതാക്കുമെന്ന സന്ദേശം നൽകുവാനാണ് ഉദ്ദേശിച്ചത് എന്നും പാലോട് രവി പറഞ്ഞിരുന്നു.